ഹായ് ഓൾ. അപ്പോൾ നാളത്തെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസും സപ്പോർട്ടും എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. നാളെ അതെങ്ങനെ മാനേജ് ചെയ്യാം നിഫ്റ്റീനെ നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് സപ്പോർട്ടായിട്ട് വരുന്നത് ഇന്നലത്തെ ഒരു ലോ ആണ്. മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ആ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ 24,914 ആ റേഞ്ചിലാണ് വരുന്നത്. 24,915 കൂട്ടിക്കോളൂ. അതിന് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ചെറിയൊരു കൺസോൾട്ടേഷൻ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് നന്നായിട്ട് താഴത്തേക്ക് വരാനും സാധ്യതയുണ്ട്. അല്ല, ഇന്നലത്തെ ഒരു ലോ ആ ഒരു കൺസോൾട്ടേഷനിൽ ഒരു ഹൈ പോയത് 25,010 ആ റേഞ്ചാണ്. പക്ഷേ 25,010 മുകളിൽ ഓപ്പൺ ആയാലും 25,050 വരെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ബ്രേക്ക് ചെയ്താൽ കുറച്ച് മുകളിലേക്ക് പോവാം. മാർക്കറ്റ് ഒരു 25,120 വരെ പോകാനുള്ള റേഞ്ചിന് പോകാനുള്ള ഒരു മാർക്കറ്റ് സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചെങ്കിൽ, ഏതെങ്കിലും ലെവൽ വെച്ചെങ്കിൽ 25,50 മുതൽ 24,900 വരെയുള്ള റേഞ്ചിനുള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ വലിയൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കേണ്ട. അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും മാർക്കറ്റ് കളിക്കുന്നത്. അപ്പോൾ അതൊന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, നാളെ കുറച്ച് ട്രിക്കി ആയിരിക്കും മാർക്കറ്റ്. അപ്പോൾ എന്താവും നോക്കാം നമുക്ക്. അപ്പോൾ അതായത് ഈ ഒരു ലെവൽ മുതൽ 25,50 മുതൽ 24,900 വരെ ഒരു 150 പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന് ഉള്ളിലാണ് മാർക്കറ്റ് എങ്കിൽ ചിലപ്പോൾ ഓപ്പൺ ആവുന്നതെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു കൺസോൾട്ടേഷൻ സാധ്യതയുണ്ട് ചെറുതായിട്ട്. അതൊന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രേഡ് എടുക്കാം. അല്ല, വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ 24,750 ആ റേഞ്ചിലേക്ക് 800 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ നോക്കിയിട്ട് ഏത് വശത്തേക്ക് വെച്ചാൽ ആ വശത്തേക്ക് നമുക്ക് ട്രേഡ് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു 24,900 അടുത്തൊക്കെ വന്ന് ഓപ്പണിംഗ് ആവുകയാണെങ്കിൽ അവിടെ വന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ടാകുമ്പോൾ പി സൈഡിലേക്ക് ട്രേഡ് എടുക്കാം. കാരണം താഴത്തേക്ക് വീണ്ടും മാർക്കറ്റ് വരാൻ നല്ല സാധ്യതയുണ്ട്. അല്ല, ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 24,50 അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുക്കാം. അതിനിടയിലാണെങ്കിൽ ഒന്ന് കൺസോൾട്ടേഷൻ ആയിരിക്കും, ഒന്ന് വെയിറ്റ് ചെയ്യണം. മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നാളെ എന്തായാലും ഞാൻ ഒന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നാളെ ഞാൻ ഇതിലിടാം, മറ്റേ ഗ്രൂപ്പിലിടാം കേട്ടോ, ടെലിഗ്രാം ചാനലിലിടാം. അത് നിങ്ങളെല്ലാം ജോയിൻ ചെയ്തോളൂ. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അതിലിടാം. അപ്പോൾ പ്രധാനപ്പെട്ട ലെവലുകൾ നിങ്ങളൊന്ന് നോക്കി വെക്കുക. പറഞ്ഞ ലെവലുകളെല്ലാം. അതിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ ഞാൻ നാളെ ഇട്ട് തരാം. ഓക്കെ.